നോട്ട്സിലേക്ക് സ്വാഗതം. 1 യോഹന്നാൻ 4:8. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 3 പറയുന്നുണ്ട്, 3:1 പറയുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. അപ്പോൾ സ്നേഹമാകുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കർത്താവ് വചനത്തിൽ പറയുന്ന, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് സഹോദരങ്ങളെ എങ്ങനെ വെറുക്കാൻ സാധിക്കും? ഒരുവൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവം സ്വപുത്രനെ തന്നെ നമുക്ക് നൽകി സ്നേഹിച്ചതുപോലെ ആ സ്നേഹത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കിയതുപോലെ നാമും അതേപോലെ തൻ്റെ സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. വചനം പറയുന്നതാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. കൊലപാതകയിൽ ദൈവം വസിക്കുന്നില്ല, ദൈവസ്നേഹമില്ല. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുകയാണ്. അതിൻ്റെ കർത്താവ് പറഞ്ഞ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഒരുവൻ ബലിയർപ്പിക്കാൻ വരുമ്പോഴത്തേനും സഹോദരനോട് വെറുപ്പുണ്ടെന്ന്, അല്ലെങ്കിൽ സഹോദരൻ അവനോട്, അല്ലെങ്കിൽ അവന് സഹോദരനോട് വെറുപ്പുണ്ടെന്ന് തോന്നിയാൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെട്ടു വരാൻ. ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവന്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുക? ക്രിസ്തു ഒരു കൽപ്പന തന്നെ ഇറക്കിയിരിക്കുകയാണ്. 21 യോഹന്നാൻ 4:21 ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. അതാണ് കൽപ്പന. ദൈവത്തെ സ്നേഹിക്കുന്നാൽ അവിടുത്തെ കൽപ്പന അനുസരിക്കുകയാണ്. സങ്കീർത്തനം 91:14 പറയുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. 1 യോഹന്നാൻ 3:1 പറയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളിൽ നിന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ച് നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മഹത്വം യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തു അതുപോലെ നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ നാമും നമ്മുടെ സഹോദരങ്ങളെ അതുപോലെ സ്നേഹിക്കണം. അതാണ് ഈശോ അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന പാഠം. അതുകൊണ്ട് ഒരുവന് ലൗകിക സമ്പത്തുണ്ടായിരിക്കെ സ്വന്തം സഹോദരനെ സഹായം അർഹിക്കുന്നെങ്കിൽ അവൻ്റെ നേരെ ഹൃദയം അടച്ചു കളയുമ്പോൾ അവനിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമുണ്ടെങ്കിൽ തൻ്റെ സഹോദരൻ സഹായത്തിന് അർഹനാണെന്ന് കണ്ടാൽ അവനെ സഹായിക്കും.
ദൈവസ്നേഹമില്ലെങ്കിൽ അവൻ വാതിലടയ്ക്കും. അതുകൊണ്ട് കർത്താവ് പറയാണ്, കുഞ്ഞുമക്കളെ, വാക്കിലും പ്രവൃത്തിയിലും അല്ല, വാക്കില് സംസാരത്തിലും അല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലാണെന്ന്. നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലാണ്, സത്യത്തിലും പ്രവൃത്തിയിലുമാണ് നാം സ്നേഹിക്കേണ്ടത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾക്കൊരു ചേച്ചിയുണ്ട്. അവളാണെങ്കിൽ ഈ ചേച്ചിയുടെ വീട്ടിലൊക്കെ എപ്പോഴും പോകും. പക്ഷേ ചേച്ചി സമ്പന്നയും അവൾ ദരിദ്രയുമാണ്. അതുകൊണ്ട് ചേച്ചി അവളുടെ നേരെ വാതിൽ കുട്ടിയടയ്ക്കുകയാണ്. അവൾ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ആ ചേച്ചിയുടെ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോവുമോ, ചേച്ചി റൂം പൂട്ടിയിടുന്നു. അതുപോലെ അവൾക്കാണെങ്കിൽ ഒത്തിരി സഹായം ആവശ്യമുള്ള ഒരു പെണ്ണാണ്. അവൾ ഒരുപാട് ദൈവത്തെ അനുഭവിച്ചറിയും, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളാണ്. അവൾ ഭയങ്കര ദരിദ്രയാണ്. അപ്പോൾ സഹായം അർഹിക്കുന്നവളാണ്. ചേച്ചിക്കാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്. പക്ഷേ ചേച്ചി അവളുടെ നേരെ വാതിൽ കൊട്ടി അടയ്ക്കും. അവൾ ചെല്ലുന്ന കാണുന്ന പോലും ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി എന്നാൽ ഭയങ്കര പ്രാർത്ഥനയിലാണ്, എപ്പോഴും പള്ളിയിൽ പോകും, എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ വചന പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് കർത്താവ് പറയുന്നത്, വാക്കിലല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലാണെന്ന്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, അതോടൊപ്പം സഹോദരങ്ങളെ സ്നേഹിക്കാം. അതിനുവേണ്ടി നമുക്ക് ദൈവസഹായം ആവശ്യമാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എനിക്കെൻ്റെ സഹോദരനോട് വെറുപ്പാണ്, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാനുള്ള വലിയ കൃപാവരം എനിക്ക് നൽകണമേ. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. വാക്കിലും സംസാരത്തിലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. സ്നേഹം തന്നെയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഇളയമ്മയുടെ അടുത്ത് ചെല്ലുവൈതെ, അത് സ്നേഹം കൊണ്ടാണ് ചെന്നത്. അതുപോലെ നമുക്കും സഹായിക്കാം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.